ശങ്കറിന്റെ ഇന്ത്യൻ ടു കണ്ട് വീട്ടിൽ വന്നപ്പോഴാട്ടോ ഞാൻ ഇത്രയേറെ ഡിപ്രസ്ഡ് ആയിട്ടുള്ളത് ഇതിനു മുൻപ്. പക്ഷെ ഇപ്പൊ എനിക്ക് ഇന്ത്യൻ ടു ഒക്കെ മാനേജബിൾ ആണ്. ഈ കൂലിയുടെ കഥ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകേഷിന് എന്നെ യാതൊരു പിടുത്തവുമില്ല. കാരണം എവിടെ നിന്നൊക്കെയോ അവിടെ നിന്ന് പറഞ്ഞ മൾട്ടിപ്പിൾ ത്രെഡ്സ് ഒരു പ്ലോട്ടിലേക്ക് കൊണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കൂടിയിട്ട് എന്തെങ്കിലും ഒരു മഹാകാവ്യം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാലോ ഒന്നുമില്ല. അവസാനമാകുമ്പോൾ നമ്മൾ അതിൻ്റെ വലിയ ഭയങ്കരമായിട്ട് ഹിഡൻ ചെയ്ത ആ ട്വിസ്റ്റ് എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ ആ സ്റ്റോറി ഒക്കെ ഇങ്ങനെ വരും. ആ സ്റ്റോറിയൊക്കെ പറയുന്ന സമയത്ത് നമ്മളൊക്കെ ഇങ്ങനെ ഏതാണ്ട് ചത്തു. ആ ഒരു അത്യാവശ്യം ഒരു ലെങ്ത്തുള്ള സിനിമയാണ്. നമ്മൾ ഈ സ്റ്റോറിയൊന്നും ഒരു സ്ഥലത്തും നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്തിനാണ് ഇത്രയേറെ പ്ലോട്ടുകൾ ഒരു ഒരു സംഭവത്തിലേക്ക്, ഒരു സിനിമയുടെ പ്ലോട്ടിലേക്ക് കൊണ്ടുവന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ലോകേഷിന് ഇത് വെച്ചിട്ട് 10 സിനിമ എടുക്കായിരുന്നു. മാത്രമല്ല ഇതിൽ ലോകേഷ് ഇത്രയും ട്രാക്കുകളൊക്കെ കൊണ്ടുവരുമ്പോൾ ഏതെങ്കിലും ഒരു ഒരു ഭാഗത്ത് നമ്മളെ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ത്രെഡ് ഒന്ന് ഫിക്സ് ചെയ്യാനായിട്ട് ഒരെണ്ണം മതി. എത്രയധികം സാധനങ്ങളിൽ കൊണ്ടുവരുമ്പോൾ ഒരെണ്ണമെങ്കിലും നമ്മളെ എവിടെയെങ്കിലും ഒന്ന് ടച്ച് ചെയ്യുക എന്നുള്ള രീതിയിൽ ചെയ്യാനുള്ളൊരു സംഭവം എനിക്കറിയില്ല. ഇത്രയും ലോകേഷ് അങ്ങനെ അത്ര മോശമാവേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ സിനിമ എടുക്കുമ്പോൾ. ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല കേട്ടോ. ഭയങ്കര ഡിസപ്പോയിൻറ്റിങ് ആയിട്ടുള്ളൊരു വാച്ചാണ് കൂലി എന്ന് പറയുന്നത്. ഇപ്പോൾ കൂലിയിലെ ക്യാരക്ടർ പ്രസൻറ്റേഷൻസ് നോക്കുകയാണെങ്കിൽ ആദ്യം സൗബിൻ്റെ ദയാലൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് തോന്നുക. നല്ല ഹൈലി ചാർജ്ഡ് ആയിട്ടാണ് സൗബിനെ കാണിക്കുന്ന ഷോട്ടുകളൊക്കെ വരുന്നത്. അതുമാത്രമല്ല ഒരു സോങ് സീക്വൻസ് ഒക്കെ വന്നപ്പോൾ പൂജ ഹെഡ്ഗെ ഒരു നല്ല ചോന്ന ഗൗണൊക്കെ ഇട്ട് വന്നാലും അതിനെയൊക്കെ ക്രോസ് ചെയ്തിട്ടാണ് നമ്മുടെ സൗബിൻ ഡാൻസ് ചെയ്യുന്നത്. നല്ല ഡാൻസ് ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് സിനിമ അങ്ങോട്ട് കുറച്ചങ്ങോട്ട് കഥയാണല്ലോ, കഥകളിലെ ത്രെഡുകൾ ഇങ്ങനെ കുരുങ്ങി കുരുങ്ങി വരുമ്പോൾ സൗബിനോട് നമുക്ക് ശരിക്കും പറഞ്ഞൊരു സിമ്പതി തോന്നും കേട്ടോ. എന്തൊരു ഇല്ലോജിക്കലായിട്ടാണ് പിന്നീട് ഈ ക്യാരക്ടറിനെ ലോകേഷ് പ്രസൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഒരു സ്റ്റാറിനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ചെയ്യണമായിരുന്നു എന്നൊക്കെ തോന്നുന്ന അവസ്ഥ തീർച്ചയായിട്ടും വരുന്നുണ്ട്. നാഗാർജുനയുടെ കാര്യം പറയുകയാണെങ്കിൽ നാഗാർജുനയുടെ ബോഡി വേറെ, ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്തു നിന്നുള്ള ആക്ഷൻ വേറെ. എന്താണെന്നറിയില്ല, രണ്ടും സിങ്ക് ആവുന്നില്ല. നാഗാർജുനയ്ക്ക് എന്തോ ഒരു ക്ഷീണമൊക്കെ പിടിച്ചോ, എന്തോ ഒരു എവിടെയോ ഒരു ഉഷാറില്ല. ആരോ ചീത്ത പറഞ്ഞ പോലെയാണ് നാഗാർജുന പല ഷോട്ടുകളിലും വരുന്നത്. പിന്നെ രജനീകാന്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഭയങ്കര ഒരു ഇത്രയും വയസ്സായിട്ട് ഞാൻ രജനീകാന്തിൻ്റെ ഒരു സിനിമയിലും കണ്ടിട്ടില്ല. മേ ബി ആ ഒരു സൂപ്പർ സ്റ്റാർഡൊക്കെ കുറച്ച് ഈ കൂലി എന്നുള്ള ഒരു ഇതിലേക്ക് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി വേറൊരു സംഭവം എടുത്തതായിരിക്കാം. പക്ഷേ എനിക്കറിയില്ല, ആകെ നമുക്ക് ആ ഒരു ഒരു സൂപ്പർ സ്റ്റാർ ഹൈ ഫീൽ കിട്ടാത്തതിൻ്റെ പ്രശ്നങ്ങൾ നന്നായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ ഇല്ലെങ്കിലും കഥ നന്നായിട്ട് പോവുക, അല്ലെങ്കിൽ ആള് അത്യാവശ്യം നന്നായിട്ട് അഭിനയിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എവിടെയോ ഒരു നമുക്കൊരു ഇത് കിട്ടുന്നില്ല, നമുക്കൊരു ഇത് കിട്ടണ്ട, നമുക്ക് ഇങ്ങനത്തെ ഒരു സിനിമ കാണുമ്പോഴുള്ള ഒരു ഹൈപ്പ് വരുന്നില്ല. പിന്നെ ഉപേന്ദ്ര ആണ് കുറച്ചൊക്കെ ഒരു ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാമിയോയിൽ ഇങ്ങനെ വരുന്നത്. പക്ഷേ ഉപേന്ദ്രയ്ക്ക് അങ്ങനെ കാര്യമായിട്ട് റോളൊന്നുമില്ല, വെറുതെ ഇങ്ങനെ കാണിക്കാൻ കൊണ്ടുവന്ന പോലെയാണ്. ആ സമയത്തൊക്കെയാണ് അനിരുദ്ധിൻ്റെ മ്യൂസിക് കുറച്ചെങ്കിലൊക്കെ ഒരു ഒരു ഇമ്പാക്റ്റ്, പിന്നെ ടുവേർഡ്സ് ലാസ്റ്റും കുറച്ചും കൂടി ഇമ്പാക്റ്റ്ഫുള്ളാണ്. അല്ലാത്ത എല്ലാ സമയത്തും അനിരുദ്ധിൻ്റെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഒട്ടും റിഫ്രഷിങ് അല്ല, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഗിരീഷ് ഗംഗാധരൻ്റെ സിനിമറ്റോഗ്രാഫി എന്ന് പറയുന്നത് ഈ ബഹളത്തിൻ്റെ ഇടയിൽ മുങ്ങിപ്പോയിരിക്കുകയാണ്. ഒരു പോസ് ചെയ്തിട്ടുള്ളൊരു ഷോട്ടുകളൊക്കെ ഉണ്ടെങ്കിലല്ലേ സിനിമ, നമ്മുടെ ഷോട്ടുകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റും. അങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടില്ല. ഇനി നമുക്ക് ഫീമെയിൽ ലീഡ്സിലേക്ക് പോവുകയാണെങ്കിൽ പ്രീതി എന്ന് പറഞ്ഞ ശ്രുതി ഹസൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്താൽ പോലും ആക്ട് ചെയ്യാൻ അറിയാത്ത പോലെയാണ് പിന്നെ ശ്രുതി പല ക്രിട്ടിക്കൽ സീനിലും നിൽക്കുന്നത്. എനിക്ക് അറിയുന്നില്ല, ഒരു നിലയ്ക്കും അവർക്ക് ഒരു ആക്ടിങ് വരുന്നില്ലെന്ന് മാത്രമല്ല, ഫൈനലി ആ ദാഹയൊക്കെ വരുന്ന സമയത്ത് ആ വ്യക്തിനെ കാണാനുള്ളൊരു ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ ഇങ്ങനെ ഇങ്ങനെ കണ്ണൊക്കെ വിഴിച്ച് നിൽക്കുന്ന പ്രീതിനെയാണ് നമ്മൾ കാണുന്നത്. ആ ഷോട്ടിൻ്റെ ഇമ്പോർട്ടൻസ് പോലും പ്രീതിക്ക് മനസ്സിലായിട്ടില്ല. ഇങ്ങനെ ആകെ മൊത്തം ഒരു കുഴഞ്ഞു മറിഞ്ഞ രീതിയിലാണ് ഇതിലെ ക്യാരക്ടേഴ്സിനെ. പിന്നെ കുറേ കൂലികൾ, ഗുണ്ടകൾ എന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റാത്ത മനുഷ്യരുണ്ട്. നമ്മുടെ ബാബുരാജിനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്കിതുവരെ മനസ്സിലായില്ല. ഒരു കാര്യമില്ലാത്ത ഒരു ഒരു റോള്, ഒരു നിലയ്ക്കും ഒന്നും നമുക്ക് കൺവേ ചെയ്യാത്തൊരു റോളിൽ കാണാം. അപ്പോൾ ഇങ്ങനെ പിന്നെ അതുപോലെ നമ്മുടെ റീബ ജോൺ, അവരും ഇങ്ങനെ ഡോൾസ് പോലെയാണ് മറ്റ് രണ്ട് സിസ്റ്റേഴ്സിനെ ഇതിലെടുത്തിരിക്കുന്നത്.
ഒന്നുമില്ല, പറയാനുമില്ല, ചെയ്യാനും ഒന്നുമില്ല. പിന്നെ അവിടെ സത്യരാജ് ഉണ്ട്. സത്യരാജിനെ പറയാൻ വിട്ടുപോയി. സത്യരാജ് കുറച്ച് സത്യം പറഞ്ഞാൽ വന്ന സീക്വൻസിൽ നല്ലതായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. കൂലിയുടെ ട്രെയിലറിലൊക്കെ വളരെയധികം മിസ്റ്റീരിയസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരുന്ന ഒരു സംഭവമായിരുന്നു കന്നഡ ആക്ട്രസ് രജിത റാമിൻ്റെ തമിഴ് ഡെബ്യൂ. ഇത് ഈ സിനിമയിലുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ. ആക്ച്വലി അവരുടെ പ്രസൻസ് എനിക്ക് ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ടു. നാച്ചുറൽ ഒറിജിനലൊക്കെ ആയിട്ടാണ് അവർക്ക് കൊടുത്ത സീനുകൾ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് കാര്യമൊന്നുമുള്ള റോളൊന്നുമല്ല. പിന്നെ ഇതിൽ ദ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നമ്മുടെ ഗ്രേറ്റ് ക്യാമിയോ എൻട്രി ദാഹയുടെ. അത് വെറുതെ ഈ കൂലി എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഒന്നുകൂടി ഒന്ന് ഷൂട്ടപ്പ് ചെയ്തു എന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഇതുകൊണ്ട് യാതൊരു ഉപകാരവും സിനിമയ്ക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ കൂലിയുടെ ഫസ്റ്റ് ഹാഫ് വേണമെങ്കിൽ കണ്ടിരിക്കാം, സെക്കൻഡ് ഹാഫ് കണ്ടിരിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഓവറോൾ പറയുകയാണെങ്കിൽ ലോകേഷിൻ്റെ കയ്യിൽ നിന്ന് മൊത്തത്തിൽ പോയൊരു സിനിമയായിട്ടാണ് കൂലിനെ ഞാൻ ട്രീറ്റ് ചെയ്യുന്നത്. ലോകേഷ് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ട്രാക്കൊക്കെ മാറ്റി പിടിക്കുക, നല്ല രീതിയിൽ സ്ക്രിപ്റ്റുകൾ ചെയ്ത് ഇനി പ്രസൻറ്റ് ചെയ്തില്ലെങ്കിൽ ലോകേഷിൻ്റെ കാര്യം കുറച്ച് കഷ്ടപ്പാടായിരിക്കും. അപ്പോൾ കൈദി 2 ഒക്കെ ആലോചിച്ച് എനിക്കൊരു ടെൻഷനുണ്ടല്ലേ. ലോകേഷിൻ്റെ ഏറ്റവും സ്ക്രിപ്റ്റ് ഇൻറ്റഗ്രിറ്റി, ക്യാരക്ടർ ഇൻറ്റഗ്രിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല സിനിമ കൈദിയാണ്. അപ്പോൾ അതിൻ്റെ കൈദി 2 ഒക്കെ കൊണ്ടുപോയി ഗോളാക്കാതിരുന്നാൽ മതിയായിരുന്നു. അതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ ഒരു ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു രജനീകാന്തിൻ്റെ ഒരു 5th ഇയർ സിനിമ ട്രിബ്യൂട്ട് എന്ന രീതിയിൽ വരുമ്പോഴാണ് എന്താ പറയാല്ലേ, ഒരു വിധി എന്നല്ലാതെ ഒന്നും പറയാനില്ല. അപ്പോൾ നമുക്ക് അടുത്തൊരു സിനിമയൊക്കെ ആയിട്ട് അടുത്തന്നെ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.